മന്ത്രകോടി. ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ തിരുവനന്തപുരത്തേക്ക്. ദേവൂട്ടിയില്ലാതെ ഞാൻ ഇങ്ങോട്ട് തിരികെ വരില്ല എന്ന് പറഞ്ഞ് സരസ്വതി പുറത്തേക്ക് പോയി. ദേവിക ഒന്നും മിണ്ടാതെ നിലത്ത് മിഴികളൂന്നി നിന്നു. നന്ദൻ്റെ കൂടെ നീ ഇവിടുന്ന് ഇറങ്ങിയാൽ നിന്നെ തിരിച്ചു കൊണ്ടുവരാനും എനിക്കറിയാം. അതുകൊണ്ട് വെറുതെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട. നന്ദൻ അതും പറഞ്ഞ് നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. ഞാൻ ഇന്നോളം എല്ലാവരെയും അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ നന്ദേട്ടൻ പറയുന്നത് കേൾക്കില്ല. കാരണം എനിക്ക് ഇനി ഇവിടെ തുടരാൻ കഴിയില്ല. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ദേവൂട്ടിയുടെ ശബ്ദം ആദ്യമായി കനത്തു. നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണെങ്കിൽ നീ എൻ്റെ കൂടെ ഇവിടെ തിരിച്ചു വരും. കൊണ്ടുവരാൻ ഈ നന്ദൻ അറിയുകയും ചെയ്യാം. നന്ദൻ അവളെ വെല്ലുവിളിച്ചു. അപ്പോഴേക്കും സരസ്വതി അമ്മയും ഒരുങ്ങി വന്നു അവർക്കൊപ്പം ഇറങ്ങുവാനായി. അമ്മ ഇതെങ്ങോട്ടാ? അച്ഛൻ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ? ഇവൾ ഓരോന്ന് പറയുന്ന കേട്ട് അമ്മയും കച്ചമുറുക്കി ഇറങ്ങാൻ നിൽക്കുക. നന്ദൻ ചെറുതായി അമ്മയോട് ദേഷ്യപ്പെട്ടു. ദേവൂട്ടിയാണ് ഇപ്പോൾ എനിക്ക് മറ്റെന്തിനേക്കാളും വലുത്. എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനും വരും. അവർ മകൻ്റെ അടുത്തേക്ക് ചെന്നു. ഇവൾ തിരിച്ചു വന്നാൽ പോരെ എൻ്റെ ഒപ്പം? അമ്മയുടെ പ്രശ്നം ഒപ്പം തീരില്ലേ? നന്ദൻ അമ്മയെ നോക്കി. അത് മതി, അത് മാത്രം മതി. എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹമുണ്ടായിട്ടല്ല മോനെ. ദേവു ഇനി വരില്ലെന്ന് ഓർത്തോണ്ടാണ്. എൻ്റെ കുട്ടിയില്ലാതെ ഈ വീട് എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല. സരസ്വതി മന്ദഹസിച്ചു. എങ്കിലിനി വൈകിക്കണ്ട, ഇറങ്ങിക്കോളൂ രണ്ടാളും. നേരെ ഒരുപാടായില്ലേ മക്കളെ? ഗുപ്തൻ നായർ പറഞ്ഞു. നന്ദനും ദേവൂട്ടിയും കൂടി അവളുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. ദേവൂട്ടി നന്ദൻ്റെ കൂടെ നീയും തിരിച്ചു വരണം. ആ ഉറപ്പിലാണ് അമ്മയുടെ. അവളുടെ കവളിൽ മുത്തം നൽകിക്കൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞു. ആ സമയത്ത് ദേവു ആണെങ്കിൽ നിസ്സഹായായിരുന്നു. നന്ദൻ ചെന്ന് കാറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദേവുവും ഇറങ്ങി മുറ്റത്തേക്ക് ചെന്നു. അച്ഛനും അമ്മയും ചേർന്ന് അവരെ യാത്രയാക്കി. നീ എന്താടി ഓർത്തത്? നിനക്ക് തോന്നുമ്പോൾ ഇറങ്ങി പോകാമെന്നോ? അത് എൻ്റെ വീട്ടിൽ ഈ നന്ദൻ്റെ മുൻപിൽ നടക്കില്ല. അവൻ മുരണ്ടു. നീ എന്നെ അനുസരിക്കില്ലെന്നല്ലേടി കുറച്ച് മുന്നേ പറഞ്ഞത്? എങ്കിൽ കേട്ടോ നീ, നിന്നെ അനുസരിപ്പിക്കാൻ ഈ നന്ദൻ അറിയാടി. നിന്നെ കെട്ടിയത് ഈ നന്ദനാണ്. ഞാൻ എന്തു പറയുന്നോ അത് നീ അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യും. നന്ദൻ അതും പറഞ്ഞ് വണ്ടി വേഗത്തിൽ പായിച്ചു. ദേവു ഒരക്ഷരം പോലും പറഞ്ഞില്ല. കരയാൻ പോലും അവൾക്ക് ഭയം. കുറച്ചു ദൂരം പിന്നിട്ടതും അവളുടെ മിഴികൾ താനെ അടഞ്ഞു. അവർ വീട്ടിലെത്തിയപ്പോൾ നേരെ ഇരട്ടി. എല്ലാവരും അവരെ കാത്ത് ഉമ്മറത്തുണ്ടായിരുന്നു. ദേവുവാണ് ആദ്യം ഇറങ്ങിയത്. എന്താ എൻ്റെ കുട്ടി താമസിച്ചത്? എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഒരുപാട് വൈകിയല്ലോ? വാര്യർ മകളോട് വാത്സല്യത്തോട് ചോദിച്ചു. അവൾ അപ്പോഴേക്കും അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നച്ചാ. എമർജൻസി ആയിട്ട് സർജറി ഉണ്ടായി. കാറിൽ നിന്നിറങ്ങിയ നന്ദൻ വിനയത്തോടെ പറഞ്ഞു. അയ്യോ, ഇവളങ്ങ് കോലം കെട്ടില്ലേ അമ്മേ? 4 ദിവസം കൊണ്ട് കറുത്തുപോയി. പാലക്കാടല്ലേ, അവിടെ ചൂട് കൂടുതലാവൂല്ലേ? എന്നാൽ ഇവൾ ഇനിയും കറുത്തു പോകും. ലച്ചു അനുജത്തിയെ നോക്കി വിരൽ മൂക്കത്ത് വെച്ചു. നന്ദൻ്റെ മുഖം ഇരുണ്ടു വരുന്നത് ദേവു കണ്ടു. ഒന്ന് മിണ്ടാതിരിക്കും ലച്ചു, നന്ദൻ കേൾക്കും. അവളുടെ ഓരോരോ കണ്ടുപിടുത്തം. അമ്മൂമ്മ ലച്ചുവിനെ വഴക്ക് പറഞ്ഞു. ദേവു ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. നന്ദൻ കസേരയിലിരുന്ന് അശോകനോടോരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ദേവൂട്ടി എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? നിങ്ങളെയൊക്കെ പോവല്ലേ? നന്ദന് കുടിക്കാനുള്ള വെള്ളവുമായി വന്ന ദേവികയോട് അശോക് ചോദിച്ചു. അവൾക്കൊന്നും മനസ്സിലായില്ല. പോവേ? അതും ഈ രാത്രിയിൽ? വാര്യർ മക്കളെ രണ്ടാളെ നോക്കി. നാളെ കാലത്തെ എനിക്ക് മുംബൈക്ക് പോകണം. ഒരു മീറ്റിംഗ് ഉണ്ടച്ചാ. മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് ഇനി മാറ്റാൻ പറ്റില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. നന്ദൻ വളരെ വിനയത്തോടെ പറഞ്ഞു. ദേവു ആണെങ്കിൽ അവൻ പറയുന്ന കേട്ടുകൊണ്ട് സ്തംഭിച്ച് നിന്ന് പോയി. 2 വീക്സിനുള്ളിൽ ഓണം വരുമല്ലേ? സോ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു. നമുക്ക് അവിടെ കൂടാം. ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. നന്ദൻ എല്ലാവരോടുമായി പറഞ്ഞു. ദേവു നിശബ്ദയായി നിന്നതേ ഉള്ളൂ. ദേവൂട്ടിക്ക് അതാണല്ലേ വന്നപ്പോൾ മുതൽ ഇത്ര സങ്കടം? ഞാനോർത്ത് എന്ത് പറ്റിയെന്ന്. അശോക് വലിയൊരു കണ്ടുപിടുത്തം നടത്തിയ മട്ടിൽ അവളെ നോക്കി. അത്താഴം കഴിച്ചു കഴിഞ്ഞ്
കുറേ നേരം കൂടി സംസാരിച്ചിരുന്നിട്ട് ദേവു നന്ദനോടൊപ്പം പോകാൻ തയ്യാറായി. ദേവു എന്നാൽ 2 ദിവസം നിൽക്കുമോളെ, നന്ദൻ മുംബൈക്ക് പോവല്ലേ? അപ്പോൾ പിന്നെ നന്ദൻ വന്നിട്ട് പോയാൽ പോരെ? ലച്ചു അനുജത്തിയെ നോക്കി. അടുത്ത തവണ വരുമ്പോൾ നിൽക്കാൻ ചേച്ചി, ഇന്ന് പോവാം. അമ്മ പ്രത്യേകം പറഞ്ഞാ വിട്ടത്, ഇന്ന് തന്നെ ചെല്ലണമെന്ന്. ദേവു അമ്മയും ചേച്ചിയെ നോക്കി. നന്ദൻ്റെ ഒപ്പം കാറിൽ കയറിയപ്പോൾ ദേവൂട്ടിക്ക് സങ്കടം സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ അവൾ കടിച്ചമർത്തിയിരുന്നു. ഓണം അവിടെയാണ് കേട്ടോ, വേറെ പ്രോഗ്രാമൊന്നും പിടിക്കരുതാരും. കാറ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നന്ദൻ എല്ലാവരെയും നോക്കി. ഉറപ്പായും വരാമെന്ന് വാര്യരും അശോകും ഒക്കെ അവനെ അറിയിച്ചു. നീ നന്ദനെ അനുസരിക്കില്ലല്ലേടി? നീ ഇന്ന് വന്നിട്ട് തിരികെ എൻ്റെ വീട്ടിലേക്ക് വരില്ല പോലും. ഈ നന്ദൻ ആരാണെന്നുള്ളത് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. വണ്ടി പ്രധാന പാതയിലേക്ക് കയറിയതും അവൻ ദേവൂട്ടിയെ നോക്കി പറഞ്ഞു. മറുപടിയായി ദേവു മുഖം കുനിച്ചിരുന്നു. ഞാൻ നാളെ മുംബൈക്ക് പോകുന്ന നുണ പറഞ്ഞതാ. എനിക്കൊരു മീറ്റിങ്ങും ഇല്ലടി. നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? നന്ദൻ ചോദിച്ചു. അവളാണെങ്കിൽ അതിനും മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ്റെ കുത്തുവാക്കുകൾ ഒന്നൊന്നായി കേട്ടുകൊണ്ട് അതേ ഇരിപ്പ് തുടർന്നു. തിരിച്ച് വീടെത്തും വരെ അവർ പരസ്പരം ഒന്നും സംസാരിച്ചതുമില്ല. അയ്യോടാ, ഇതെന്താ മക്കളെ ഈ രാത്രി നിങ്ങൾ വന്നത്? അർദ്ധരാത്രിയിൽ മക്കളെ മുൻപിൽ കണ്ട സരസ്വതി അന്താളിച്ചു. ദേവികയ്ക്ക് അമ്മയെ കാണാണ്ട് ഉറക്കം വരില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് പോന്നതാണ്. എന്തേ, ഇഷ്ടായില്ലേ? നന്ദനായിരുന്നു അമ്മയ്ക്ക് മറുപടി കൊടുത്തത്. എന്താ മോളെ നിങ്ങളവിടെ നിൽക്കാതെ പോന്നത്? അകത്തേക്ക് കയറി വന്ന ദേവുവിനെ നോക്കി സരസ്വതി അമ്മ ചോദിച്ചു. നന്ദേട്ടന് നാളെ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് മടങ്ങി. ദേവു അകത്തേക്ക് കയറി. ആണോ മോനെ, എവിടേക്കാ യാത്ര? കാശിയിലേക്ക്. എന്തേ, പോരുന്നുണ്ടോ? അവൻ അല്പം കടുപ്പത്തിൽ ചോദിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി. ചെല്ലുമോളെ, ആകെ മടുത്തില്ലേ നിങ്ങൾ? ചെന്ന് കിടക്ക്. സരസ്വതിയമ്മ ദേവുവിൻ്റെ തോളിൽ തട്ടി. ദേവു റൂമിലെത്തിയപ്പോൾ നന്ദൻ ബെഡിലേക്ക് കിടന്നു കഴിഞ്ഞിരുന്നു. വേഷമൊക്കെ മാറ്റി ഒന്ന് ഫ്രഷായി വന്ന ശേഷം അവളും ബെഡിലേക്ക് കയറി കിടന്നു. ആ സമയത്താണ് നന്ദൻ്റെ ഫോൺ ശബ്ദിച്ചത്. അവൻ കയ്യെത്തി അതെടുക്കുന്നത് ദേവു അറിഞ്ഞു. ഇതാ നിന്റെ വീട്ടിൽ നിന്നാണ്. ഫോൺ അവൾക്ക് നേർക്ക് അവൻ നീട്ടി. ഹലോ അച്ഛാ. ആ, ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇല്ലച്ചാ, ക്ഷീണമൊന്നുമില്ല. അച്ഛൻ കിടന്നില്ല ഇതുവരെയായിട്ടും? ഉറങ്ങിക്കോ അച്ഛാ. അവൾ ഫോൺ കട്ട് ചെയ്ത ശേഷം നന്ദൻ്റെ കയ്യിൽ തിരികെ കൊടുത്തു. ഹൃദയം ആകമാനം വിങ്ങുകയാണ്. ഒന്ന് അലറിക്കരയാൻ മനസ്സുണ്ട്, പക്ഷേ അതിനു പോലും സാധിക്കുന്നില്ല. എൻ്റെ അച്ഛൻ, പാവം എൻ്റെ അച്ഛന് വേണ്ടിയായിരുന്നു ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എന്നിട്ട് ഒടുക്കം നന്ദേട്ടന് തന്നെ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന വലിയൊരു സത്യം താൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു നെടുവീർപ്പോടു കൂടി പാവം ദേവൂട്ടി ചുവരിന് അഭിമുഖമായി കിടന്നു. നിറഞ്ഞ മിഴികളെ വാശിയോടുകൂടി അങ്ങനെ ഒഴുകാൻ വിട്ടു. ദിവസങ്ങൾ പിന്നിട്ടിട്ടും നന്ദൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നില്ല. തരം കിട്ടുമ്പോഴെല്ലാം അവൻ അവളെ ഓരോ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കുമായിരുന്നു. ഓണത്തിന് എല്ലാവരെയും കൃഷ്ണമംഗലത്തേക്ക് ക്ഷണിച്ചിരുന്നു. തലേദിവസം നന്ദൻ ഗംഭീരമായ ഷോപ്പിംഗാണ് നടത്തിയത്. എല്ലാവർക്കും ഓണക്കോടി എടുക്കണമെന്ന് സരസ്വതിയമ്മ പ്രത്യേകം മകനോട് പറഞ്ഞു. ദേവൂട്ടിയെ കൂടി കൊണ്ടുപോകും മോനെ, അവൾക്ക് ഇഷ്ടമുള്ളത് കൂടി എടുക്കട്ടെ. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ അവനെ നോക്കി പറഞ്ഞത്. ഇത്രനാളും ഇവളായിരുന്നോ ഓണക്കോടിയൊക്കെ എടുക്കാൻ എൻ്റെ കൂടെ വന്നത്? അവൻ സരസ്വതിയമ്മയെ നോക്കി ദേഷ്യപ്പെട്ടു. അമ്മേ. ദയനീയമായി തന്നെ നോക്കി വിളിക്കുന്ന ദേവുവിനെ കണ്ടതും അവർക്ക് സങ്കടം തോന്നി. മകനോട് മറുത്തൊരക്ഷരം പോലും പറയാതെ കൊണ്ട് അവരെഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. നന്ദേട്ടന് ഒരു ദോശ കൂടി ഇടട്ടെ? ദേവുട്ടി ചോദിച്ചു. എനിക്കാവശ്യമുള്ളത് ഞാൻ എടുത്ത് കഴിക്കും. അതിന് എനിക്കാരുടെ സഹായം വേണ്ട. കടുപ്പത്തിൽ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് നന്ദൻ എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി. അമ്മേ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുക. അല്പം കഴിഞ്ഞതും നന്ദൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ടുകൊണ്ട് സരസ്വതിയമ്മ ഇറങ്ങി വന്നു. നന്ദൻ്റെ കാർ ഗേറ്റ് കടന്നു പോയതും ദേവൂട്ടി ഉമ്മറത്തേക്ക് വന്നു. അവൻ പോകുന്ന നേരത്ത് അപശകുനം പോലെ വന്നു നിൽക്കരുതെന്ന്
നന്ദൻ ഒരു ദിവസം ദേവൂട്ടിയോട് പറഞ്ഞു, അതിൽ പിന്നെ ആ പാവം ഒരിക്കലും ആ നേരത്ത് ഉമ്മറത്തേക്ക് വരില്ലായിരുന്നു. അമ്മേ, പിന്നിൽ നിന്നും സരസ്വതി അമ്മയെ ചെന്ന് അവൾ കെട്ടിപ്പിടിച്ചു. നോക്കിയപ്പോൾ അമ്മ കരയുകയാണ്. അമ്മേ, എന്താ പറ്റിയേ? എന്തിനാ കരയുന്നേ? ദേവു അവരുടെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തി. എൻ്റെ മോൾക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ? ഞാൻ കാരണമല്ലേ കുട്ടി നിനക്ക് ഈ ഗതി വന്നത്? നിന്റെ വിഷമങ്ങൾ കാണുമ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ വിതുമ്പലടക്കാൻ പാടുപെടുകയാണ്. അമ്മേ, അതൊന്നും സാരമില്ല, ഒക്കെ എന്തെങ്കിലും ശരിയാവും. പക്ഷെ എൻ്റെ അമ്മ ഇങ്ങനെ കരയുന്നത് എനിക്ക് സങ്കടാട്ടോ. അവൾ അവരുടെ കവളത്തൊരു മുത്തം കൊടുത്തു. എൻ്റെ കുഞ്ഞിനെ അവന് മനസ്സിലാകുന്നില്ലല്ലോ. സാരമില്ലമ്മേ, പോട്ടെന്നേ, എനിക്കിപ്പോൾ യാതൊരു വിഷമവുമില്ല. ഇരുവരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്പലത്തിൽ പോയ അച്ഛൻ മടങ്ങി വന്നത്. പിന്നീട് എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അന്ന് വൈകുന്നേരം നന്ദൻ വരുന്നതും കാത്തിരിക്കുകയാണ് ദേവൂട്ടി. നന്ദേട്ടൻ തനിക്ക് എന്താണ് തരുന്നത് എന്നറിയുവാനൊരു ആകാംക്ഷയുണ്ടായിരുന്നു അവൾക്ക്. ചുരിദാറാണോ അതോ സെറ്റ് സാരി ആവുമോ? ചിലപ്പോൾ സാരിയാവും. ഇടയ്ക്കൊക്കെ അവൾ ഓർത്തു. അവൻ്റെ വണ്ടിയുടെ ഹോൺ മുഴങ്ങിയതും ദേവു കാത് കൂർപ്പിച്ചു. അവൾ ആ സമയത്ത് അടുക്കളയിലാണ്. ഹാളിലേക്ക് ചെന്നപ്പോൾ കണ്ടു കുറേയേറെ കവറുകളുമായി കയറി വരുന്ന നന്ദനെ. പിന്നാലെ അമ്മയുമുണ്ട്. അവരുടെ കയ്യിലും 2-3 കവറുകളുണ്ട്. ഒരു ഷോപ്പ് മുഴുവൻ മേടിച്ചു എന്നാ തോന്നുന്നേ കേട്ടോ ദേവൂട്ടി? സരസ്വതിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവികയും സരസ്വതിയമ്മയും കൂടി എല്ലാം പൊട്ടിച്ചു കാണുകയാണ്. നന്ദൻ ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് സെറ്റിയിലിരുന്നു. അതെല്ലാം ഭവാനി വല്യമ്മയ്ക്കും ധന്യ ചേച്ചിക്കും കുഞ്ഞിനുമൊക്കെ ഉള്ളതാണ്. ഫോൺ വെച്ച ശേഷം നന്ദൻ അമ്മയുടെ അരികത്തായി വന്ന് ഒരു പാക്കറ്റ് എടുത്തുകൊണ്ട് പറഞ്ഞു. സരസ്വതി അമ്മയ്ക്കും ദേവൂട്ടിക്കും അതൊക്കെ ഇഷ്ടമായി. പക്ഷെ അപ്പോഴും അവർ തിരിഞ്ഞത് മുഴുവൻ ദേവികയ്ക്ക് എന്താണ് തൻ്റെ മകൻ മേടിച്ചതെന്നാണ്. ഇതാർക്കാ മോനെ? ഒരു കവറെടുത്തുകൊണ്ട് സരസ്വതി അമ്മ മകനെ നോക്കി. ലച്ചുവിനും അശോകിനും ആണമ്മേ അത്, അവൻ പറഞ്ഞു. കൊള്ളാം, ലച്ചുവിന് ചേരും അല്ലേ മോളെ? നല്ല ഭംഗിയുണ്ടമ്മേ. ചേച്ചിക്ക് ഈ നിറമൊക്കെ വലിയ ഇഷ്ടമാണ്. അവളതെടുത്ത് തിരിച്ചു മറിച്ച് നോക്കുന്നത് നന്ദൻ ഒളികണ്ണാലെ കണ്ടു. ഇത് അച്ഛനും അമ്മയ്ക്കുള്ള ഡ്രസ്സാണ്. അവൻ നീട്ടിയ കവർ മേടിച്ച് സരസ്വതിയമ്മ അരികിൽ വെച്ചു. ദേവൂട്ടിക്ക് നീ എന്താ മേടിച്ചത്? അത് കാണിച്ചേ ആദ്യം. അമ്മ വീണ്ടും അവനെ നോക്കി. ആ, ഈ പെണ്ണുങ്ങൾക്ക് മേടിക്കുന്നതൊന്നും എനിക്കറിയില്ലമ്മേ. ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവള് പോയി മേടിക്കട്ടെ. നന്ദൻ അലക്ഷ്യമായി അമ്മയോട് പറഞ്ഞു. ധന്യയും ലച്ചുവും പെണ്ണുങ്ങളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതൊക്കെ മേടിക്കുമ്പോൾ നിനക്ക് ട്രെൻഡ്സ് അറിയാമായിരുന്നല്ലോടാ. അവർ മകനെ കോപത്തോടെ നോക്കി. അമ്മേ, എനിക്ക് എത്ര ചുരിദാറായിരിക്കുന്നത്? വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ എടുത്തതെല്ലാം ഇരിക്കുവാണ്. സ്റ്റിച്ച് ചെയ്യാനും കൂടി 3 ഉണ്ട്. നന്ദേട്ടൻ ഇപ്പോൾ വാങ്ങുന്നത് നന്നായി. വെറുതെ എന്തിനാ കാശ് കളയുന്നത്? ദേവിക കയ്യിലിരുന്ന കവർ മേശയിൽ വെച്ചിട്ട് അവരോടായി പറഞ്ഞു. സരസ്വതിയമ്മ അതിന് മറുപടിയൊന്നും പറയാതെ നന്ദനെ ദേഷ്യത്തെ നോക്കി. ദേവൂട്ടി മോളെ, അമ്മേ, ഓമന കുഞ്ഞമ്മ വന്നൂട്ടോ എന്നു പറഞ്ഞുകൊണ്ട് ദേവിക വെളിയിലേക്ക് ഓടി. ഇവൾക്കെന്താ ഇത്രയ്ക്ക് സന്തോഷം? കുഞ്ഞമ്മയെ ഇവൾ മുന്നേ കണ്ടിട്ടില്ലേ? നന്ദൻ നെറ്റി ചുളിച്ചു. ദേവു അപ്പം അകത്തേക്ക് വന്നു. ഒക്കത്ത് ധന്യചേച്ചിയുടെ മകൾ 3 വയസ്സുകാരി കുഞ്ഞാറ്റിയുമുണ്ട്. ദേവിക്ക് തുരുതുരു കവളിൽ ഉമ്മ കൊടുക്കുകയാണ് ആ കുരുന്ന്. അവൾ തിരിച്ചും. എൻ്റെ നന്ദ, നീ ഈ കൊച്ചിനെ കെട്ടിയില്ലായിരുന്നെങ്കിലേ എൻ്റെ കാര്യം ഇപ്പം കഴിഞ്ഞനെ. ഓമന വല്യമ്മ നന്ദനെ നോക്കി പറഞ്ഞു. വല്യമ്മയ്ക്ക് എന്താ പറ്റിയത്? നന്ദൻ അവരോടായി ചോദിച്ചു. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം കുഞ്ഞാറ്റയ്ക്ക് ദേവുച്ചിറ്റെ മാത്രം മതി. കാലത്തെ മുതൽക്കേ ഇരുന്ന് കരയുന്നതാണ്. ചിറ്റയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ്. അവർ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. എന്നിട്ട് ഇത്തിരി വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. എല്ലാവർക്കും എൻ്റെ കുഞ്ഞിനെ കാര്യമാണ്. കാരണം അത്രയ്ക്ക് മനസ്സിൽ നന്മയുള്ളവളാണ് എൻ്റെ ദേവൂട്ടി. ഇത്തിരി പോന്ന കുഞ്ഞിന് പോലും അവളെ ജീവനാ, എൻ്റെ മകനൊഴികെ. സരസ്വതി സ്വയം പറഞ്ഞെങ്കിലും മകൻ അത് കേട്ട ഭാവം പോലും നടിക്കാതെ എഴുന്നേറ്റ് പോയിരുന്നു. ഈ നന്ദൻ ഒരു ദിവസം തിരിച്ചറിയും നമ്മുടെ ദേവൂട്ടിയെ. അന്നവൾ ഒപ്പം കാണുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ.